സ്വാഗതം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ 10 അപ്ഡേറ്റ്സ് ആണ് ഇന്ന് അറിയിക്കാനുള്ളത്. റാങ്ക് ലിസ്റ്റ് 4, ഷോർട്ട് ലിസ്റ്റ് 2 ഉൾപ്പെടെ 6 ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അഡ്മിഷൻ ടിക്കറ്റ് അവൈലബിൾ അറിയിപ്പ് 1, ഇൻ്റർവ്യൂ അറിയിപ്പ് 2, ഫിസിക്കൽ മെഷർമെൻറ്റ് ആൻഡ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് അറിയിപ്പ് 1. ആദ്യം ഫിസിക്കൽ മെഷർമെൻറ്റ് ആൻഡ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോലീസ് കോൺസ്റ്റബിൾ, ആംഡ് പോലീസ് ബറ്റാലിയൻ, കാറ്റഗറി നമ്പർ 537/2022. പോലീസ് വകുപ്പിൽ പോലീസ് കോൺസ്റ്റബിൾ APB കാസർഗോഡ് KAP4 കാറ്റഗറി നമ്പർ 537/2022 എന്ന തസ്തികയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി പ്രസിദ്ധീകരിച്ച ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ ശാരീരിക അളവെടുപ്പും കായികക്ഷമതാ പരീക്ഷയും 2024 ഫെബ്രുവരി 6 മുതൽ 12 വരെയുള്ള ഫെബ്രുവരി 10, 11 ഒഴികെ 5 ദിവസം എന്നീ തീയതികളിലായി രാവിലെ 5:30 മുതൽ GVHSS മാനന്തവാടി സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടത്തുവാൻ ബഹുമാനപ്പെട്ട കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നു. അർഹരായ ഉദ്യോഗാർത്ഥികൾക്കുള്ള വ്യക്തിഗത അറിയിപ്പ്, അഡ്മിഷൻ ടിക്കറ്റ് അവരവരുടെ പ്രൊഫൈലിലും മൊബൈലിൽ SMS ആയും ലഭ്യമാക്കിയിട്ടുണ്ട്. ഉദ്യോഗാർത്ഥികൾ അവരവരുടെ പ്രൊഫൈലിൽ എല്ലാ ആവശ്യ രേഖകളും അപ്ലോഡ് ചെയ്യേണ്ടതും പ്രൊഫൈലിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത അഡ്മിഷൻ ടിക്കറ്റ്, അസൽ തിരിച്ചറിയൽ രേഖ, ഗവൺമെൻറ് ഡോക്ടർ അതായത് ജൂനിയർ കൺസൾട്ടൻറ്റ് ഓർ അസിസ്റ്റൻറ്റ് സർജനിൽ നിന്നും ലഭിക്കുന്ന ഗസറ്റഡ് വിജ്ഞാപനത്തിൽ കൊടുത്തിട്ടുള്ള മാതൃകയിലുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതം നിശ്ചിത സ്ഥലത്തും സമയത്തും കായികക്ഷമതാ പരീക്ഷയ്ക്ക് ഹാജരാകേണ്ടതാണ്. കായികക്ഷമതാ പരീക്ഷയിൽ യോഗ്യത നേടുന്ന ഉദ്യോഗാർത്ഥികൾക്കുള്ള ഒറ്റത്തവണ പ്രമാണ പരിശോധന അന്നേ ദിവസം തന്നെ കൽപ്പറ്റയിലുള്ള ജില്ലാ PSC ഓഫീസിൽ വെച്ച് നടത്തുന്നതും യഥാസമയം ഹാജരായി വെരിഫിക്കേഷൻ പൂർത്തിയാക്കേണ്ടതുമാണ്. ഹാജരാകാത്തവർക്ക് മറ്റൊരവസരം നൽകാതെ തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തീകരിക്കുന്നതാണ്. അടുത്തതൊരു അഡ്മിഷൻ ടിക്കറ്റ് അവൈലബിൾ അറിയിപ്പാണ്. ഫാർമസ്യൂട്ടിക്കൽ കോർപ്പറേഷൻ IM കേരള ലിമിറ്റഡ് ISM എന്നിവിടങ്ങളിലേക്ക് നേഴ്സ് ഗ്രേഡ് സെക്കൻഡ് ആയുർവേദ കാറ്റഗറി നമ്പർ 61/2023, 116/2023 മുതൽ 118/2023 വരെയും 224/2023, 323/2023. നേഴ്സ് ഗ്രേഡ് സെക്കൻഡ് ആയുർവേദ ഫാർമസ്യൂട്ടിക്കൽ കോർപ്പറേഷൻ IM കേരള ലിമിറ്റഡ് ഇന്ത്യൻ സിസ്റ്റംസ് ഓഫ് മെഡിസിൻ കാറ്റഗറി നമ്പർ 61/2023, 116/2023, 117/2023, 118/2023, 224/2023, 321/2023 എന്നീ തസ്തികകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനായി 15/2/2024 വ്യാഴാഴ്ച 7:15 മുതൽ 9:15 വരെ നടത്തുവാൻ തീരുമാനിച്ചിട്ടുള്ള OMR പരീക്ഷയുടെ അഡ്മിഷൻ ടിക്കറ്റുകൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് ലഭ്യമാണ്. ഉദ്യോഗാർത്ഥികൾ അവരവരുടെ യൂസർ ID-യും പാസ്വേഡും ഉപയോഗിച്ച് സ്വന്തം പ്രൊഫൈലിൽ നിന്ന് അഡ്മിഷൻ ടിക്കറ്റുകൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടതാണ്. അടുത്തതൊരു റാങ്ക് ലിസ്റ്റാണ്. ടൗൺ ആൻഡ് കൺട്രി പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് ഫസ്റ്റ്, ടൗൺ പ്ലാനിംഗ് സർവേയർ ഗ്രേഡ് ഫസ്റ്റ്, കാറ്റഗറി നമ്പർ 554/2021. അടുത്ത ഷോർട്ട് ലിസ്റ്റ് ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റിലേക്ക് റിപ്പോർട്ടർ ഗ്രേഡ് സെക്കൻഡ് മലയാളം ഫസ്റ്റ് NCA SC വിഭാഗക്കാർക്കായി കാറ്റഗറി നമ്പർ 172/2022. ഇതൊരു സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റാണ്. അടുത്ത റാങ്ക് ലിസ്റ്റ് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കാസർഗോഡ് ജില്ലയിലേക്ക് ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫ്രം ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഉള്ളി കാറ്റഗറി നമ്പർ 369/2021. അടുത്ത റാങ്ക് ലിസ്റ്റ് കേരള ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ പൊളിറ്റിക്കൽ സയൻസ് കാറ്റഗറി നമ്പർ 389/2021. ഇതൊരു സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റാണ്. അടുത്തതൊരു ഷോർട്ട് ലിസ്റ്റാണ്. കോഴിക്കോട് ജില്ലയിലേക്ക് പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലൈൻമാൻ ഇലക്ട്രിക്കൽ വിങ് കാറ്റഗറി നമ്പർ 446/2022. പ്രസ്തുത ഷോർട്ട് ലിസ്റ്റിലെ കട്ട് ഓഫ് മാർക്ക് 77.33. ലിസ്റ്റിലാകെ 130 പേർ ഉൾപ്പെട്ടിട്ടുണ്ട്. 52 പേർ മെയിൻ ലിസ്റ്റിലാണ്. അടുത്തതൊരു ഇൻ്റർവ്യൂ അറിയിപ്പാണ്. കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക് ജൂനിയർ മാനേജർ അക്കൗണ്ട്സ് കാറ്റഗറി നമ്പർ 127/2021.
കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ ജൂനിയർ മാനേജർ അക്കൗണ്ട്സ് കാറ്റഗറി നമ്പർ 127/2021 എന്ന തസ്തികയുടെ തിരഞ്ഞെടുപ്പിൽ ഉൾപ്പെട്ട 50 ഉദ്യോഗാർത്ഥികളുടെ അഭിമുഖം 8/2/2024, 9/2/2024 എന്നീ തീയതികളിൽ 9:30 AM, 12 മണി എന്നീ സമയങ്ങളിലായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആസ്ഥാന ഓഫീസിൽ വെച്ച് നടത്തുന്നു. ആയതിൻ്റെ മുന്നോടിയായുള്ള സർട്ടിഫിക്കറ്റ് പരിശോധന അന്നേ ദിവസം രാവിലെ 8 മണിക്കും 10 മണിക്കുമായി നടത്തുന്നതാണ്. പങ്കെടുക്കേണ്ട ഉദ്യോഗാർത്ഥികൾക്ക് SMS, പ്രൊഫൈൽ മെസ്സേജ് എന്നിവ നൽകിയിട്ടുണ്ട്. വിശദ വിവരങ്ങൾക്ക് ഉദ്യോഗാർത്ഥികൾ സ്വന്തം പ്രൊഫൈൽ പരിശോധിക്കേണ്ടതാണ്. ഇൻ്റർവ്യൂ മെമ്മോ, വ്യക്തി വിവരക്കുറിപ്പ് എന്നിവ പ്രൊഫൈലിൽ നിന്നും ഡൗൺലോഡ് ചെയ്യേണ്ടതാണ്. ഉദ്യോഗാർത്ഥികൾ അസൽ പ്രമാണങ്ങൾ, ഓൺ ടൈം വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പ്, വ്യക്തി വിവരക്കുറിപ്പ് പൂരിപ്പിച്ചത്, തിരിച്ചറിയൽ രേഖ, ഇൻ്റർവ്യൂ മെമ്മോ എന്നിവ സഹിതം ഇൻ്റർവ്യൂ മെമ്മോയിൽ പറയുന്ന സമയത്തും തീയതിയിലും കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആസ്ഥാന ഓഫീസിൽ എത്തിച്ചേരേണ്ടതാണ്. അഭിമുഖവുമായി ബന്ധപ്പെട്ട സംശയ നിവാരണത്തിനായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആസ്ഥാന ഓഫീസിലെ CR ഫസ്റ്റ് വിഭാഗവുമായി ബന്ധപ്പെടേണ്ടതാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 047125463885. അടുത്തതും ഒരു ഇൻ്റർവ്യൂ അറിയിപ്പാണ്. കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക് ജൂനിയർ മാനേജർ ജനറൽ കാറ്റഗറി നമ്പർ 7/2021. കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡിലെ ജൂനിയർ മാനേജർ ജനറൽ കാറ്റഗറി നമ്പർ 7/2021 എന്ന തസ്തികയുടെ തിരഞ്ഞെടുപ്പിൽ ഉൾപ്പെട്ട 50 ഉദ്യോഗാർത്ഥികളുടെ അഭിമുഖം 8/2/2024, 9/2/2024 എന്നീ തീയതികളിൽ 9:30-നും 12 മണിക്കും കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആസ്ഥാന ഓഫീസിൽ വെച്ച് നടത്തുന്നു. ആയതിന് മുന്നോടിയായുള്ള സർട്ടിഫിക്കറ്റ് പരിശോധന അന്നേ ദിവസം രാവിലെ 8 മണിക്കും 10 മണിക്കും നടത്തുന്നതാണ്. പങ്കെടുക്കേണ്ട ഉദ്യോഗാർത്ഥികൾക്ക് SMS, പ്രൊഫൈൽ മെസ്സേജ് എന്നിവ നൽകിയിട്ടുണ്ട്. വിശദ വിവരങ്ങൾക്ക് ഉദ്യോഗാർത്ഥികൾ സ്വന്തം പ്രൊഫൈൽ പരിശോധിക്കേണ്ടതാണ്. ഇൻ്റർവ്യൂ മെമ്മോ, വ്യക്തി വിവരക്കുറിപ്പ് എന്നിവ പ്രൊഫൈലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യേണ്ടതാണ്. ഉദ്യോഗാർത്ഥികൾ അസൽ പ്രമാണങ്ങൾ, ഓൺ ടൈം വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പ്, വ്യക്തി വിവരക്കുറിപ്പ് പൂരിപ്പിച്ചത്, തിരിച്ചറിയൽ രേഖ, ഇൻ്റർവ്യൂ മെമ്മോ എന്നിവ സഹിതം ഇൻ്റർവ്യൂ മെമ്മോയിൽ പറയുന്ന സമയത്തും തീയതിയിലും കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആസ്ഥാന ഓഫീസിൽ എത്തിച്ചേരേണ്ടതാണ്. അഭിമുഖത്തിൻ്റെ അടുത്ത ഘട്ടത്തിൽ ഉൾപ്പെട്ട 16 ഉദ്യോഗാർത്ഥികളുടെ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. അഭിമുഖവുമായി ബന്ധപ്പെട്ട സംശയ നിവാരണത്തിനായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആസ്ഥാന ഓഫീസിലെ CR ഫസ്റ്റ് വിഭാഗവുമായി ബന്ധപ്പെടേണ്ടതാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 047125463885. അടുത്തതൊരു റാങ്ക് ലിസ്റ്റാണ്. ആയുർവേദ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ സ്വസ്ഥ വൃത്ത കാറ്റഗറി നമ്പർ 119/2021. അടുത്തതായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഇന്ന് അഡ്വൈസ് ചെയ്ത തസ്തികയും ഡിപ്പാർട്ട്മെൻറ്റും ഒന്ന് പരിചയപ്പെടാം. തിരുവനന്തപുരം ജില്ലയിലേക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലാസ്റ്റ് ഗ്രേഡ് സർവൻസ്. പത്തനംതിട്ട ജില്ലയിലേക്ക് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സിവിൽ എക്സൈസ് ഓഫീസർ. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഹെഡ് ഓഫീസിൽ നിന്ന് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ആർക്കിയോളജിക്കൽ കെമിസ്റ്റ്. ഹെഡ് ഓഫീസിൽ നിന്നും അഡ്വക്കേറ്റ് ജനറൽ ഓഫീസിലേക്ക് ട്രാൻസ്ലേറ്റർ, മലയാളം ടു ഇംഗ്ലീഷ്. മലപ്പുറം ജില്ലയിലേക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് സെക്കൻഡ്. പത്തനംതിട്ട ജില്ലയിലേക്ക് ഹെൽത്ത് സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ഗ്രേഡ് സെക്കൻഡ്, NCA, വിശ്വകർമ്മ, SIUC നാടാർ, ധീവര, ഹിന്ദു നാടാർ എന്നീ വിഭാഗക്കാർക്കായി. തിരുവനന്തപുരം ജില്ലയിലേക്ക് ഹെൽത്ത് സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ഗ്രേഡ് സെക്കൻഡ്, ഫസ്റ്റ് NCA, ധീവര വിഭാഗക്കാർക്കായി. തിരുവനന്തപുരം ജില്ലയിലേക്ക് ഹെൽത്ത് സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ഗ്രേഡ് സെക്കൻഡ്, ഫസ്റ്റ് NCA, വിശ്വകർമ്മ വിഭാഗക്കാർക്കായി. തിരുവനന്തപുരം ജില്ലയിലേക്ക് ഹെൽത്ത് സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ഗ്രേഡ് സെക്കൻഡ്, ഫസ്റ്റ് NCA, മുസ്ലിം വിഭാഗക്കാർക്കായി. കോട്ടയം ജില്ലയിലേക്ക് ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് UP സ്കൂൾ ടീച്ചർ, മലയാളം മീഡിയം കാറ്റഗറി നമ്പർ 517/2019. തിരുവനന്തപുരം ജില്ലയിലേക്ക് ഹെൽത്ത് സർവീസസ് മുനിസിപ്പൽ കോമൺ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ഗ്രേഡ് സെക്കൻഡ്. കോട്ടയം ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് LP സ്കൂൾ ടീച്ചർ, മലയാളം മീഡിയം. പത്തനംതിട്ട ജില്ലയിലേക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലാസ്റ്റ് ഗ്രേഡ് സർവൻസ്. പത്തനംതിട്ട ജില്ലയിലേക്ക് കേരള പോലീസ് സർവീസസിലേക്ക് പോലീസ് കോൺസ്റ്റബിൾ, APB, സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫോർ SC ST, KAP 3rd. പത്തനംതിട്ട ജില്ലയിലേക്ക് കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ.
മലപ്പുറം ജില്ലയിലേക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ബൈൻഡർ ഗ്രേഡ് സെക്കൻഡ്. ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക. നമസ്കാരം.